beginning of the creation, God made them male and female. For this reason, a man shall leave his father and mother and be joined to his wife, and the two shall become one flesh. So then they are no longer two, but one flesh. Therefore, what God has joined together, let not man separate. കുടുംബജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഒരു അവബോധം നൽകുന്നതിന് വേണ്ടി അതിൻ്റെ ക്ലാസ് നയിക്കുന്നത് ബഹുമാനപ്പെട്ട മനോജ് പോൾ സാറാണ്. അദ്ദേഹത്തെ കുറിച്ച് തന്നെ വ്യക്തമായിട്ട് പറയും. ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. Good morning, good afternoon, good evening, wherever you all are, and welcome to this great program on financial planning, basic. First of all, congratulations on this great milestone on this journey of getting married. അതാണ് നമ്മൾ പറയുന്ന രണ്ട് കാര്യങ്ങൾ. വീട് വെച്ച് നോക്ക്, കല്യാണം പണി പറയും, തമിഴിലൊക്കെ പറയാം. Anyway, welcome. Without any further ado, let me straight away jump. എന്താണ് നമ്മൾ സംസാരിക്കാൻ പോണേ? കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഫാമിലിയിലെ ഫൈനാൻഷ്യൽ പ്ലാനിങ് രീതിയിൽ എന്താ ചെയ്യാൻ പറ്റുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുകയാണ്. കുറച്ച് എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും. വല്ലതും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വയ്ക്കുക. ലാസ്റ്റിൽ വേണമെങ്കിൽ നമ്മുടെ സെക്ഷനിൽ വീണ്ടും ഒരു റീക്യാപ്പ് ചെയ്യാനായിട്ട് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഗുഡ്. ആദ്യം പറയാൻ പറ്റുന്ന ജസ്റ്റ് ഒരു ബ്രീഫ്. ഫൈനാൻഷ്യൽ വേൾഡിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഒരു ആളാണ് റോബർട്ട് കിയോസാക്കി. പുള്ളി എന്താ പറയണേ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് ഞാൻ പറയാം. ഓക്കെ, അയാൾ പറയണേ പുവർ പീപ്പിൾ ആണെങ്കിൽ, ഒരു പുവർ ഫാമിലി പീപ്പിൾ ആണെങ്കിൽ അവരുടെ ഇൻകം വരും, എക്സ്പെൻസസ് അങ്ങനെ തന്നെ പോകും. ഇതിപ്പോ അവരുടെ അസെറ്റ്സ് ആണെങ്കിൽ, ഇതൊരു ലയബിലിറ്റി ആണെങ്കിൽ 20,000 ഇൻകം വന്നു കഴിഞ്ഞാൽ അവരുടെ എക്സ്പെൻസസ് ചിലപ്പോൾ 21,000 ആണ്. അതാണ് അവസ്ഥ. ഒരു പാവ മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. മിഡിൽ ക്ലാസിന്റെ സിറ്റുവേഷൻ എന്തായിരിക്കും? അവര് 20,000 എക്സാമ്പിൾ, ഓക്കെ ലെറ്റ് us say 40,000 ഇൻകം ഉണ്ടെങ്കിൽ അവര് ഒരു 20,000 സ്പെൻഡ് ചെയ്യും. ഇന്നത്തെ അവസ്ഥയിൽ കുറവായിരിക്കും, മേ ബി ഇറ്റ് ക്യാൻ വേരി. ബാക്കി പൈസ എന്താ അവർ ചെയ്യണം? ഒരു ലയബിലിറ്റി വാങ്ങിക്കും, ഒരു ബൈക്ക് വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കും. അതിന്റെ EMI ആയിട്ട് ലയബിലിറ്റി അവർ കൊണ്ട് അസെറ്റ്സിൽ ഒന്നും ഉണ്ടാവില്ല. വല്ലതും സേവിങ്സ് വന്നു കഴിഞ്ഞാൽ ഇതാണ്, ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു മൈക്രോവേവ് വാങ്ങിച്ചു, എക്സെട്ര അത് സ്പെൻഡ് ചെയ്ത് പോവുക. ക്ലിയർ ആയിട്ട്. വാട്ട് ഹാപ്പൻസ് ടു ദി റിച്ച് പീപ്പിൾ? റിച്ച് ആൾക്കാർ, ഓക്കെ ലെറ്റ് us say അവരുടെ ഇൻകം 60,000 ആണ്. 60,000 ഇൻകം വരുമ്പോൾ അവരുടെ ചെലവ് ആക്ച്വലി കുറവാണ്. നമ്മളൊരു റിച്ച് ആളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ചവിട്ടി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും സാധാരണ ഇന്ന് പൊളിച്ചിരിക്കും. മിഡിൽ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ബിക്കോസ് അവർ ചെലവ് കുറച്ചിട്ട് അസെറ്റ്സ് ആണ് വാങ്ങിക്കുന്നത്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ്, ഷെയർസ്, ബിസിനസ്, ഏത് കച്ചവടമായാലും അവർ ബിസിനസ് ചെയ്യും, ഇൻകം നോക്കും. ഒരു വീട് വാങ്ങിക്കുകയാണെങ്കിൽ റെന്റിന് കൊടുക്കും. എക്സ്പെൻസസ്, ലയബിലിറ്റീസ് ഉണ്ടാവും, പക്ഷെ അതിന്റെ പാരലൽ ആയിട്ട് അസെറ്റ്സും വാങ്ങിക്കും. ഈ വരുന്ന കാശ് വീണ്ടും ഇൻകം ആയിട്ട് വരും. സോ ദാറ്റ് ഇസ് വൈ ദേ സേ റിച്ച് പീപ്പിൾ ഗെറ്റ് റിച്ച്. അതാണ് ഇന്നത്തെ അവസ്ഥ. ഓക്കെ, ഗുഡ്. എനിവേ, ഏത് സ്റ്റേജിലായാലും നമ്മുടെ ലക്ഷ്യം ഇവിടെ ആയിരിക്കും. We must become a rich person in terms of Robert Kiyosaki, what he says. Okay, good. So let me continue. അടുത്തൊരു ടോപ്പിക്, ഒരു വളരെ ബേസിക് ആയിട്ട് ഒരു ടോപ്പിക് ആണ് സംസാരിക്കാൻ പോണേ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ന്യൂലി മാരിഡ് കപ്പിൾ ആവുമ്പോൾ ഒത്തിരി ഡ്രീംസ് ഉണ്ടാവും, ഗോൾസ് ഉണ്ടാവും. നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് എന്താ ആവണ്ടേ? ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും കൂടെ ആവുമ്പോൾ മാൻ ഒരിച്ചിരി അഗ്രസീവ് ആണ്, ഫാസ്റ്റ് ആണ്. പക്ഷെ ഒരു ലേഡി ആവുമ്പോൾ കുറച്ചുകൂടെ സേവിങ്സ് അല്ലെങ്കിൽ ഷെയറിങ്, അവരുടെ തിങ്കിങ് വ്യത്യാസം.
നിങ്ങളുടെ വരുമാനം സപ്പോസ് വാട്ട് എവർ യു ഗെറ്റിംഗ് ഇൻ ടേംസ് ഓഫ് ലെറ്റ് us say ഒരു 40,000 ഇൻകം ഒരു ആവറേജ് നമ്മൾ വെക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കോൺസെപ്റ്റ് ഹാവ് ഏക്കർ ആണ് എടുത്തത്. ഹാവ് ഏക്കർ ആണ് സംസാരിച്ചത്. ബ്യൂട്ടിഫുൾ ബുക്ക് മില്യനേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞൊരു ബുക്കിൽ അത് എഴുതിയിട്ടുണ്ട്. 40,000 ഇൻകം കിട്ടുവാണെങ്കിൽ ആക്ച്വലി നമ്മൾ വീട്ടിൽ ഇങ്ങനെ ജാർ എടുക്കും. 6 ജാർ എടുക്കും. 1, 2, 3, 4, 5, 6 കുപ്പി ജാം ബോട്ടിൽ അല്ലെങ്കിൽ ഏത് ഹോർലിക്സ് ബോട്ടിൽ ഏതായാലും 6 ജാർ എടുക്കണം. പൈസ കിട്ടുന്നതനുസരിച്ച് 50% നമ്മൾ ഒരു ജാറിലിടാം. അതിന്റെ പേരാണ് എക്സ്പെൻസസ്. ദാറ്റ് മീൻസ് 20,000 ഗോട്ട് കറക്റ്റ്. 10% ചാരിറ്റിക്ക് കൊടുക്കും. എല്ലാ മതത്തിലും എല്ലാ റിലീജിയൻസിലും നമ്മൾ പറയാറുണ്ട് ഇതിന്റെ മീനിങ് ആണ് ടൈറ്റിങ്. നമ്മുടെ ഭാഗം നമ്മൾ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ദൈവം നമുക്ക് കൂടുതൽ തരും. അതാണ് അതിന്റെ മീനിങ്. അതുകൊണ്ടാണ് ഈ എല്ലാ റിലീജിയൻസിലും ഇങ്ങനെ പറയുന്നത് ചാരിറ്റി. 10% നമ്മുടെ സ്വയം എഡ്യൂക്കേഷന് വേണ്ടി വെക്കുക. ഏത് ജോലിയായാലും ഇപ്പൊ നിങ്ങളൊരു മെക്കാനിക് ആണെങ്കിൽ ഒരു പുതിയ ടൂൾ വാങ്ങിക്കാൻ വേണ്ടി ഒരു ചെറിയ കോഴ്സ് വേണമെങ്കിൽ ചെയ്യാം. പുതിയ ഇപ്പൊ ഇലക്ട്രോണിക് വണ്ടി എല്ലാം വരുന്നത്. സോ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് പൈസ ബാക്കി വരും. ഫോർ എക്സാമ്പിൾ ഫോട്ടോഗ്രാഫർ പുതിയ കോഴ്സ് വരുന്നുണ്ട്, പുതിയ ക്യാമറ വരുന്നുണ്ട്. ലോട്ട് ഓഫ് തിങ്സ് ക്യാൻ ബി ഡൺ. ഓക്കെ, സോ 10% നിങ്ങൾ എഡ്യൂക്കേഷൻ വേണ്ടി 10% ഷോർട്ട് ടേം സേവിങ്സ്. ഷോർട്ട് ടേം സേവിങ്സ് എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു 2-3 months അല്ലെങ്കിൽ 6 മാസത്തിലെ ആവശ്യമുള്ള എക്സ്പെൻസസിന് വേണ്ടി കാശ് വെക്കാം. നമുക്ക് പുതിയൊരു ഐറ്റം വാങ്ങിക്കണം, കമ്പ്യൂട്ടർ വാങ്ങിക്കണം, ലാപ്ടോപ്പ് എക്സെട്ര. 10% ലോങ് ടേം സേവിങ്സ്. വീടായാലും ഫൈനാൻഷ്യൽ ഫ്രീഡം ആയാലും അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വെക്കാൻ വേണ്ടി ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പൈസ വെക്കാൻ വേണ്ടി. ക്ലിയർ ആയിട്ട് 5, 6, 7, 8, 9, 10 ബാക്കി 10%. അതെന്താ ചെയ്യണം? ആസ് ഇറ്റ് ഈസ് നിങ്ങളൊരു ഫ്രൂഗൽ ലൈഫാണ് ജീവിക്കുന്നത്. നമ്മുടെ ഇൻകമിന് 50% നമ്മൾ ജീവിക്കുക വെച്ചാൽ ഭയങ്കര ടൈറ്റ് ആയി. കറക്റ്റ്. സാക്രിഫൈസസ് ഉണ്ടാവും. നമുക്ക് പല കാര്യങ്ങളും അവിടെ എവിടെയൊക്കെ ചെയ്യണ്ട്. അതുകൊണ്ട് ഈ 10% അടിച്ചു പൊളിക്കും. എൻജോയ്. ഇപ്പൊ എൻജോയ് ചെയ്തില്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്നത്? ഈ 10% റെഗുലർലി മൂവീസ് കാണാം, അല്ലെങ്കിൽ ഒരു ബോട്ട് റൈഡിന് വേണ്ടി പോകും, അല്ലെങ്കിൽ ഹയാത്തിൽ ഡിന്നർ പിള്ളേരെ എടുത്തിട്ട് 5-star ഹോട്ടലിൽ എൻജോയ് ചെയ്യാം. എന്നുവെച്ചാൽ they will not ഒരു ഗ്രഡ്ജ് ഉണ്ടാവില്ല. ചില ഫാമിലീസ് കേൾക്കാറുണ്ട് 60 വയസ്സാകുമ്പോൾ അവർക്ക് സേവിങ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാല് വേദന, മുട്ടുവേദന, ശ്വാസം എങ്ങും പോവാൻ പറ്റൂല, എൻജോയ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് പറയുന്നത് 10% എൻജോയ് നൗ റൈറ്റ് ഇറ്റ്സെൽഫ്. ശരിക്കും പറഞ്ഞാൽ ബാലൻസ്ഡ് ലൈഫാണ്. എല്ലാം ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞു നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കേണ്ടത് ചാരിറ്റി, സ്വയം എഡ്യൂക്കേഷൻ, സോ ദാറ്റ് കുറച്ചുകൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൂടുതൽ ഇൻകം കൊണ്ടുവരാൻ പറ്റും. ഷോർട്ട് ടേം സേവിങ്സ്, ലോങ് ടേം സേവിങ്സ് ആൻഡ് അച്ചീവബിൾ. ഓക്കെ, ക്ലിയർ? സോ അടുത്ത ഒരു next topic. I think it was interesting. Let's go to the next topic. I hope this is getting clear. Willem doubt indiki. Anyway, I think it's a good stage to inform here. Email എനിക്ക് വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. paulmanoj7@gmail.com അല്ലെങ്കിൽ ഫോൺ 9847053074 ഈ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തിരക്കില്ലാത്ത സമയത്ത് ഞാൻ തിരിച്ചു വിളിക്കും. വിതിൻ 48 hours. Don't worry. Okay, good. അടുത്തത് നമ്മൾ പറയുന്നത്, സപ്പോസ് നമ്മളിപ്പോ ഫാമിലി ലൈഫ് ഒക്കെ തുടങ്ങി എല്ലാം കുറെ ഇപ്പൊ പൈസയൊക്കെ വരുന്നുണ്ട്, എന്നൊക്കെ ചെയ്യണം, lot of things has to be done. So എങ്ങനെയാണ് നമ്മൾ പൈസ മാനേജ് ചെയ്യേണ്ടത്? നമ്മള് lot of expenses ഉണ്ടാവില്ലേ? ഫോർ എക്സാമ്പിൾ ജനറൽ എക്സ്പെൻസസ് നമ്മൾ പറയുകയാണെങ്കിൽ എന്തായാലും ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കണം, കറക്റ്റ്? പിള്ളേരുടെ എഡ്യൂക്കേഷൻ ഉണ്ടാവണം,
ഒരു വീടിന്റെ EMI ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ട്രാവൽ എക്സ്പെൻസസ് ഉണ്ടാവും. അഞ്ചാമത്തെ ഒരു കാർ വാങ്ങിക്കണം ഫ്യൂച്ചറിൽ. ആറാമത്തത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണം. സിസ്റ്റർ ഇൻ ലോ അല്ലെങ്കിൽ ബ്രദർ ഇൻ ലോ കല്യാണം വരാൻ പോവാണ്. വേരിയസ് തിങ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു പുതിയ കമ്പ്യൂട്ടർ വാങ്ങിക്കണം ആൻഡ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ദീസ് ആർ ഒരു എക്സാമ്പിൾ മാത്രമേ ഒരു ലിസ്റ്റ് ഇവിടെ തന്നേക്കുവാണ്. വളരെ സിമ്പിൾ ആയിട്ട് എന്താ നിങ്ങൾ ചെയ്യുന്നത്? രണ്ടുപേരും ഹസ്ബൻഡ് വൈഫും ഇരുന്നിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കണം. ഇങ്ങനത്തെ ഒരു ചാർട്ട് ഉണ്ടാക്കാൻ ഇത് വളരെ ഒരു ഫേമസ് ബുക്ക് ഉണ്ട്. ഇതിപ്പോ ആക്ച്വലി പബ്ലിഷിംഗിൽ ഔട്ടാണ്. അൺകോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. അതിനകത്ത് എഴുതിയേക്കുവാണ്. ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ടാക്കാം. ഇത് പ്രസന്റ്, ഇത് ഫ്യൂച്ചറിലേക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യും. Number 1 vital, number 2 important, number 3 nice and worthless. in മലയാളം പറയുകയാണെങ്കിൽ ആവശ്യം, അത്യാവശ്യം, ആവശ്യം, അനാവശ്യം. അതാണ് എന്റെ മലയാളം യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വൈറ്റൽ. ഓഫ് കോഴ്സ് ഇതെല്ലാം ക്ലിയർ ആയിരിക്കും. അത്യാവശ്യം, ആവശ്യം, അനാവശ്യം. ഇതാണെങ്കിൽ ജസ്റ്റ് ഒരു വർത്ത്ലെസ് ആണ്. ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ടാക്കാം. ഇപ്പൊ ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്തേ. ഇപ്പൊ ഇത് നമ്മൾ എന്താ ഇത് ഒരു ഫ്രിഡ്ജ് വാങ്ങി. ഇതൊന്ന് കാറ്റഗറൈസ് ചെയ്ത് പറയാൻ പറ്റുമോ? ഇത് വൈറ്റൽ ആണോ, ഇമ്പോർട്ടന്റ് ആണോ, നൈസ് ആണോ, വർത്ത്ലെസ് ആണോ? ആരെങ്കിലോട് wife will always say it is important. Is it vital? No. Important. ശരി, important നമ്മൾ പറയാം. Education vital. പിള്ളേരുടെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ്. EMI very important, very vital. ഇത് നമ്മൾ അടച്ചില്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ചു ജപ്തിയായി. ട്രാവൽ നൈസ്. ഇതെന്താണ് നമ്മൾ പറഞ്ഞത്? whatever it is. കാർ ആണ് പറഞ്ഞത്. കാർ നൈസ് ടു ഹാവ്. Why not? Gift important. അല്ലെങ്കിൽ പിന്നെ അടിപൊളി ആവില്ല. Important. And ഇത് okay, good. Computer nice to have. Okay, good, nice. And then this is maybe another shoes. Okay, a fancy shoes. The worthless of it. It is worthless. You can live without it. എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രസന്റ് ആണ് ഫ്യൂച്ചറിന് ഇത് ഈ ചാർട്ടിലേക്ക് ഇടാം. ഫോർ എക്സാമ്പിൾ നമ്പർ 1 നമ്മൾ ഇപ്പൊ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കാൻ നോക്കുവാണ്. ഇസ് ഇറ്റ് ഇമ്പോർട്ടന്റ്? യെസ്. ഇസ് ഇറ്റ് നൗ ഓർ ഫ്യൂച്ചർ? ഫ്യൂച്ചർ. ഇവിടെ 1 എഴുതാം. ഈ 1 അവിടെ എഴുതി. നമ്പർ 2 എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ്, വൈറ്റൽ അല്ലേ? സോറി, ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എഴുതിയില്ലേ? ഇത് ഇമ്പോർട്ടന്റ് എഴുതാം. 1 ഇമ്പോർട്ടന്റ്. വൈറ്റൽ ഫ്യൂച്ചർ ഓർ നൗ? എഡ്യൂക്കേഷൻ ഫ്യൂച്ചറിലേക്കല്ലേ? 2. EMI വൈറ്റൽ, അത്യാവശ്യം, അനാവശ്യം. വൈറ്റൽ ഫ്യൂച്ചറിലേക്കാണോ നൗ ആണോ? ഇപ്പോ അടച്ചില്ലെങ്കിൽ ജപ്തിയായിരിക്കും. ട്രാവൽ നൈസ് ടു ഹാവ്. പ്രസന്റ് ഓർ ഫ്യൂച്ചർ? ഫ്യൂച്ചർ. ചില ആൾക്കാർക്ക് ഇത് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഡോണ്ട് വറി, യു കൻ റീപ്ലേ ദിസ് വീഡിയോ അഗൈൻ ആൻഡ് അഗൈൻ. ആൻഡ് യൂട്യൂബിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഇൻഫർമേഷൻ. ഗുഡ്, നൈസ്. കാർ ഫ്യൂച്ചറിലേക്ക്. 5. Gift 6. Important now. Nice to have a computer now or future? Maybe now. Number 8, a good pair of additional shoes, especially ladies. Ladies no ellam 6 maasam poyum thegiyula or shoes. Good. Worthless now or later, you put it anyway. Okay, now. ഈ ചാർട്ടിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ കാശ് വരുവാണ്. സപ്പോസ് എന്താ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ചാർട്ട് അനുസരിച്ച് ജസ്റ്റ് ഫോളോ ബ്ലൈൻഡ്ലി 1, 2,
3, 4, 5, 6, 7, 8 ഈ സീക്വൻസിൽ ഫോളോ ചെയ്യണം. ദാറ്റ് മീൻസ് വൈറ്റിൽ നമ്പർ 3 നമ്മുടെ EMI അത് എങ്ങനെയെങ്കിലും അടച്ചിരിക്കണം. സോ മേ ബി 2000 rupees ഹാസ് ടു ഗോ ടു ദ EMI. പിന്നെ അടുത്തത് പ്രയോറിറ്റി. ഇത് പ്രയോറിറ്റി ലിസ്റ്റ് ആണ്, പ്രയോറിറ്റി വിൻഡോ എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ ചാർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ കാശ് സ്പെൻഡ് ചെയ്യേണ്ടത് അതിന്റെ ക്ലാരിറ്റി. നമ്മൾ സാധാരണ രീതിയിൽ ഇത് ചെയ്തില്ലെങ്കിൽ എന്താണ്, കാശ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിലപ്പോൾ ഗിഫ്റ്റ് ആയിരിക്കും കൊടുക്കും. ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ EMI അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷന് വേണ്ടി കാശ് വെക്കാൻ ചിലപ്പോൾ കുറച്ച് താമസം വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിലേ വരും, നമുക്ക് ടെൻഷനും കാര്യങ്ങളും പിന്നെ വരും. ഇത് ചെയ്തു കഴിഞ്ഞാൽ ലൈഫ് വിൽ ബിക്കം സോ ഈസി. ഇതാണ് നിങ്ങളോട് പുതിയ തുടക്കത്തിൽ ഈ ചില കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ആദ്യം പറഞ്ഞായിരുന്നെങ്കിൽ എന്റെ മാരേജ് ലൈഫ് ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വേറെ ഒരു ലെവലിൽ പോയി. എനിവേ ഐ ആം മാരീഡ് ഫോർ 27 years. താങ്ക് ഗോഡ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ കമ്മിറ്റ്മെന്റ്. ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്. ഒരു പള്ളിയിലും നിങ്ങൾ കല്യാണമൊക്കെ ചെയ്യുന്ന റീസൺ ഇതാണ്. ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഹണിമൂൺ എല്ലാം വാനിഷ് ആണ്. ആ ടൈമിലാണ് നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റ് ചെയ്യുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ്. കഴിഞ്ഞ ദിവസം ഒരു ബുക്ക് എന്റെ കയ്യിൽ അതിന്റെ പേര് ഹാപ്പി മണി ആണ്. ഹാപ്പി മണി ബൈ കെൻ ഹോണ്ട. വളരെ നല്ലൊരു ബുക്കാണ്. ഇത് പറ്റുവാണെങ്കിൽ ഇത് വാങ്ങിക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ. ആ ഓത്തർ പറയാറുണ്ട്, ഒരു പാർട്ടിയിൽ പോകുമ്പോൾ ഒരു ഓൾഡ് ലേഡി അയാളുടെ പേഴ്സ് ചോദിച്ചിട്ട് അതിന്റെ പൈസ എല്ലാം എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ആ ലേഡി ആ ഓത്തറിനോട് പറയുക, all the money that you have is happy money. ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ ലൈഫിൽ നമ്മുടെ പേഴ്സിൽ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന കാശ് ഹാപ്പി മണി ആണ്. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പൈസ കിട്ടാൻ? നല്ല രീതിയിലാണോ ചെയ്തേക്കുന്നത്? ഇത് കിട്ടിയേക്കിന് സന്തോഷത്തിലാണോ കിട്ടിയത്? അതുകൊണ്ടാണ് ജാപ്പനീസിൽ പറയുന്നത് അരിഗാത്തോ. അരിഗാത്തോ എന്ന് വെച്ചാൽ താങ്ക് യു. പൈസ നിങ്ങൾ കിട്ടുമ്പോൾ പറയുന്നു അരിഗാത്തോ, അരിഗാത്തോ, അരിഗാത്തോ. അതുപോലെ തന്നെ നമ്മൾ കാശ് കൊടുക്കുവാണെങ്കിൽ അരിഗാത്തോ പറയും. അരിഗാത്തോ you are blessing the money so that this goes multiplies and becomes big. വേറൊരു അഡ്വൈസ്, നിങ്ങളുടെ പേഴ്സ് നിങ്ങൾ നോക്കുക, എപ്പോഴും ഒരു ഫ്രഷ് ആയിട്ട് പേഴ്സ് വെക്കുക. എല്ലാം എംപ്റ്റി ചെയ്യണം. കാർഡ്സ് അത് ഇതൊക്കെ എല്ലാം എംപ്റ്റി ചെയ്യണം. പൈസ എല്ലാം എംപ്റ്റി ചെയ്യണം. പിന്നെ ഇതെല്ലാം ചേഞ്ച് എല്ലാം എംപ്റ്റി ചെയ്ത് കഴിഞ്ഞിട്ട് മാസത്തിൽ ഒരു പ്രാവശ്യം ഇത് ചെയ്യും. എംപ്റ്റി ചെയ്തിട്ട് നല്ലൊരു പേഴ്സ് ഫുള്ളി ഡൗൺലോഡ് ചെയ്യുക. എല്ലാം എല്ലാം ക്ലിയർ ആയി. എനർജൈസ്. ഓക്കെ, നമ്മളെ എനർജി നല്ലതാക്കുവാണ്. ആൻഡ് ദെൻ ആവശ്യം ഉള്ള കാർഡ്സ് മാത്രം വെച്ചാൽ പാൻ കാർഡ് ഒക്കെ വെരി ഇമ്പോർട്ടൻറ്റ്. പൈസ എല്ലാം നല്ലപോലെ അറേഞ്ച് ചെയ്തിട്ട് വെക്കാം. ഹാപ്പി ആയിട്ട് വെക്കാം. ഹാപ്പി അരിഗാത്തോ, 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 അരിഗാത്തോ. കാർഡ്സ് എല്ലാം ഐഡന്റിറ്റി കാർഡ് ഓക്കെ. ആവശ്യമില്ലാത്ത കൂടുതൽ ക്രെഡിറ്റ് കാർഡ്സ് ഒന്നും വെക്കില്ല കേട്ടോ. ഞാൻ ആകെ ഒരു ക്രെഡിറ്റ് കാർഡ് മാത്രമേ വെക്കുന്നത്. ബിക്കോസ് ഈ ഓൺലൈൻ ചിലപ്പോൾ ഇന്റർനാഷണൽ പേയ്മെന്റ് വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാവും. ബാക്കി നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഒക്കെ വെക്കാം. പൈസ ചേഞ്ച്. അരിഗാത്തോ, ലവിങ് ദ മണി. അരിഗാത്തോ. അങ്ങനെ ചെയ്തിട്ടാണ് യൂട്ടിലൈസ് ചെയ്യും. നാളെ ഇപ്പോൾ വെള്ളത്തും നമ്മൾ ചെലവ് ചെയ്യുകയാണെങ്കിൽ എത്രയായി ചേട്ടാ? എത്രയായി? സാധാരണ നമ്മൾ പറയുന്നത് 90. അതൊക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്താണ് സെറ്റിൽമെന്റ്?
മനസ്സിൽ പറയണം. All the best. May you make lots and lots of money. And arigato. Okay, good. Anyway, I'm very blessed to have a beautiful wife. നമ്മളെ ചേർന്ന് പോകുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ നമ്മൾ വിചാരിക്കും ഓക്കെ ഒരു ആദ്യം കിട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ബെനിഫിഷ്യൽ. നോ പ്രോബ്ലം. എവിടെ കിട്ടിയാലും ഇത് ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, ഗുഡ്. സോ ലെറ്റ്സ് കണ്ടിന്യൂ. എനിവേ അടുത്ത ടോപ്പിക്കിലേക്ക് ബിഫോർ വി മൂവ്, ലെറ്റ്സ് സേ സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മൾ നല്ല ലൈഫായിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടില്ല കമ്മിറ്റ്മെന്റ്സ് വരും. ഫോർ എക്സാമ്പിൾ, യു ആർ ഹാപ്പി ഗോ ലക്കി ഫാമിലി, പിള്ളേര് വരും, കമ്മിറ്റ്മെന്റ് കൂടും. നമ്മൾ കുറച്ചുകൂടെ ജീവിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ക്ലിയർ? ഈ ആവശ്യങ്ങൾ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? Loans. It is but natural. For example, നമ്മളൊരു ബൈക്ക് ലോൺ എടുക്കും. അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് let us say it is 9%. Just ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കും. നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തു, അടയ്ക്കാൻ പറ്റിയില്ല, കത്തിയാനാവും 36. പേഴ്സണൽ ലോൺ എടുത്തു. ഇത് പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ ഇപ്പൊ ഉണ്ടാവില്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത് ആഡ് ആയിക്കൊണ്ടിരിക്കും. പേഴ്സണൽ ലോൺ എടുക്കുമ്പോൾ ഒരു 12%. ഗോൾഡ് ലോൺ പിന്നെ അതിന്റെ പറയേണ്ട ആവശ്യമില്ല. എനിവേ, പ്രാക്ടിക്കൽ പേർപ്പസസ് കാനറ ബാങ്കിൽ എടുക്കുകയാണെങ്കിൽ ഒരു 7%. ആക്ച്വലി 7% ഉണ്ടാവില്ല, നമ്മൾ എടുക്കാൻ പോകുമ്പോൾ ഒരു 22%. ഗുഡ്. What you have to do is, richest man in Babylon ഒരു ബുക്ക് വായിച്ചു, അതിനകത്ത് പറയുന്നു നമ്മുടെ എല്ലാം ഇൻകം കിട്ടുമ്പോൾ ബാക്കി എല്ലാവരും നമ്മൾ ഫീഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗ്രോസറി വാങ്ങിക്കുക. ഗ്രോസറി ആരാ ബെനിഫിറ്റ് ആവുന്നത്? നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഗ്രോസറി ഷോപ്പ് ഓണർ ബെനിഫിറ്റ് ആവും. ബേക്കറി ഐറ്റംസ് ഇപ്പൊ ഒത്തിരി ടൈം ആയാലും വാട്ട് എവർ, ഏത് ചെലവ് ചെയ്യും. തുണി വാങ്ങിച്ചു കഴിഞ്ഞാലും ആരാ ബെനിഫിറ്റ് ആവണേ? ഫോർ എക്സാമ്പിൾ, മോണിറ്ററി ബെനിഫിറ്റ് ആവണേ തുണിക്കാർ ഷോപ്പ് ഓണർ അല്ലേ ബെനിഫിറ്റ് ആവും. ക്ലിയർ? ഗുഡ്. പൈസ കിട്ടുമ്പോൾ എല്ലാം നമ്മൾ അവിടെ ഇവിടെ കൊടുക്കുകയാണ്. സ്വയം നമ്മൾക്ക് വേണ്ടി എന്താ നമ്മൾ ചെയ്യുന്നത്? വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് പറയുന്നത്, പേ യുവർ സെൽഫ് ഫസ്റ്റ്. സാലറി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 10% നമ്മൾക്ക് വേണ്ടി ചെലവാക്കണം. നമ്മളാണ് ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓക്കെ, ഒരു 1000 rupees നമ്മൾ സ്ഥലത്ത് ചെലവ് ചെയ്യുവാണ്. എത്ര മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ആ 1000 rupees നമ്മൾ ഏൺ ചെയ്യണം. ആ 1000 rupees വെറും നമ്മൾ ആ എക്സ്പെൻസസിന് വേണ്ടി ചുമ്മാ അങ്ങനെ കൊടുക്കുമല്ലേ? That is why 10% of the income, സെൽഫ് ഇൻകം വേണം. സെൽഫിന് വേണ്ടി ആദ്യം ചെലവിടും. ഓക്കെ, ഗുഡ്. That's just a point that I wanted to cover. For example, ഇപ്പൊ നിങ്ങൾക്ക് ലോൺസിന്റെ പറയുകയാണ്, ഇത്രയും ലോൺസ് ഇവിടെ ഉണ്ട്, ഒരു കമ്മിറ്റ്മെന്റ് എടുക്കാം. ലോൺസ് നമ്മൾ കുറയ്ക്കണ്ടേ? നമ്മുടെ കമ്മിറ്റ്മെന്റ് അതല്ലേ, കുറയ്ക്കാൻ വേണ്ടി. സോ കുറച്ച് എമൗണ്ട് എവിടെയെങ്കിലും നമ്മൾ നോക്കി സേവ് ചെയ്യാം. ലെറ്റ് us say we are saving 40,000 ഇൻകം. ഒരു 4,000 നമ്മൾ സേവ് ചെയ്യും, അഡീഷണൽ ടു ഓൾ ദി EMIs എക്സെട്രാ. ആ 4,000 rupees നമ്മൾ ലോണിലേക്ക് തിരിച്ച് അടയ്ക്കാൻ നോക്കണം. ഏത് ലോണിലാണ് അടയ്ക്കുന്നത്? The loan which has the highest rate of interest. ഈ 4,000 rupees നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ അമൗണ്ടിലേക്ക് തിരിച്ചടയ്ക്കും. എല്ലാ മാസം ഇതിങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ഫാസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള വേഗം തീരും. ലോൺ തന്നെ നിങ്ങൾ നല്ലപോലെ ഹാൻഡിൽ ചെയ്തിട്ട് എക്സലന്റ് ആയിട്ട് കുറയ്ക്കാൻ പറ്റും. വെരി വെരി ബ്യൂട്ടിഫുൾ അഡ്വൈസ്. ഇത് ഏകദേശം ഒരു 10 വർഷമായി എനിക്ക് ഒരു ലോണിൽ ബാറിംഗ് ഹൗസ് ലോൺ, അത്
ഒരു വർഷം ബാലൻസ് അതുമൊക്കെ തീരാൻ. പക്ഷെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്, വളരെ ബുദ്ധിമുട്ടൊരു കേസിലാണ് ഞങ്ങളുടെ ഫാമിലി പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടാണ് വ്യത്യാസം. The rate of interest, the way it goes is very, very fast. Unbelievable. Okay, good. So next topic, very, very important. എല്ലാവർക്കും അറിയാവോ ഈ 7 wonders of the world? എല്ലാവർക്കും അറിയാവോ 7 wonders of the world? What is the 8th wonder of the world? According to Albert Einstein, 8th wonder of the world എന്താണ്? 8th wonder of the world is compounding. ഇത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് കമ്പൗണ്ടിങ്. ഇഫ് യു സേവ് ഓൺ എ റെഗുലർ ബേസിസ്, റൂൾ നമ്പർ 72 അനുസരിച്ച്, റൂൾ നമ്പർ 72 ഇവിടെ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ ഒരു 10%, പ്രൈവറ്റ് ബാങ്കിൽ നമ്മൾ 10% ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, റൂൾ നമ്പർ 72 അനുസരിച്ച് 72 ഡിവൈഡഡ് ബൈ 10 എത്രയാണ്? 7.2. 7.2 ഇയേഴ്സിൽ എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ 10,000 ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് 20,000 ആയി മാറും. ഇത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഈ വീഡിയോ വീണ്ടും വീണ്ടും നിങ്ങൾ കേൾക്കണം, കാണണം, റെഗുലർ ബേസിസിൽ കണ്ടിട്ട് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇത് കേട്ടിട്ട് കാര്യമില്ല, നോളജ് ചുമ്മാ വാങ്ങിച്ചിട്ട് കാര്യമില്ല, ഇംപ്ലിമെന്റ് ചെയ്യണം. ആൻഡ് 100% ഷുവർ ഭാര്യമാരാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാൻ പോകുന്നത്. ഭാര്യമാരെ ഇത് സപ്പോർട്ട് ചെയ്തിട്ട് ഹസ്ബൻഡ് വൈഫ് ഷുഡ് ഗോ ടുഗദർ. വെരി വെരി ഇമ്പോർട്ടന്റ് റൂൾ, റൂൾ ഓഫ് 72. 10,000 ഇട്ട് കഴിഞ്ഞാൽ 20,000 എടുക്കരുത്. 20,000 ഇനിയും നമ്മൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയാവും? 40,000. 40,000 ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 80,000. ഒരു രാജാവിന്റെ ഒരു സ്റ്റോറി കേട്ടിട്ടില്ല? നമ്മൾ ഒരു ചെസ് ബോർഡിൽ ഉണ്ടായിരുന്നപ്പോ എന്താ വേണ്ട, ഒരു തെരി ഒരു അരി ഒരു ദിവസം അയാള് വന്ന് ചോദിച്ചതാണ്. രാജാവ് എനിക്ക് ഒരു തരി, പക്ഷെ ഒരു ആകെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അടുത്ത ദിവസം തരുമ്പോ 2 അതിന്റെ ഡബിൾ ആയിട്ട് പറഞ്ഞു. രാജാവ് വിചാരിച്ചു നോ പ്രോബ്ലം. ജസ്റ്റ് ഇമാജിൻ a chess board. ഒരു തരി തുടങ്ങി, ഇത് 2 4 8 രണ്ടാമത്തെ റോ ഏകദേശം വീട്ടിൽ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ റോ ഇടയ്ക്ക് വരുമ്പോഴത്തേക്കും ആ രാജാവിന് ആ സ്മോൾ പീസ് ഓഫ് ഗ്രെയിൻ പറഞ്ഞില്ല, ഫുൾ കിങ്ഡമിലെ ഗ്രെയിൻ വെച്ചാൽ കിങ്ഡം വരെ എത്തുന്നില്ല. അതാണ് കമ്പൗണ്ട്. വെരി ബ്യൂട്ടിഫുൾ. ഇത് നിങ്ങൾ യൂസ് ചെയ്യണം, 100% ഇത് യൂട്ടിലൈസ് ചെയ്യണം. സേവ് ചെയ്യുക, സേവ് ചെയ്യുക, സേവ് ചെയ്യുക. നമ്മുടെ പേരൻസിനോട് ചോദിക്കാം അവരുടെ എക്സ്പീരിയൻസിൽ ഇത് എങ്ങനെയുണ്ട്. 40,000, 80,000. What are you talking? 1,60,000 ഡബിൾ എത്രയായി? സപ്പോസ് 4 lakhs വന്നു. Given the period of time, എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺ 8 lakhs. വെരി വെരി പവർഫുൾ. അതുകൊണ്ടാണ് പറയുന്നത് 8th wonder of the world. ഞാനല്ല പറഞ്ഞത്, ബുക്സ് കുറെ എഴുതിയിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. ഗുഡ്. സോ ലെറ്റ് മീ കണ്ടിന്യൂ വിത്ത് എ വെരി ഇമ്പോർട്ടന്റ് ഫാക്ട്. പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ വേരിയസ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും സേവ് ചെയ്യാൻ വേണ്ടി. നമ്പർ 1, ആദ്യം ലൈഫ് ഇൻഷുറൻസ് വാങ്ങിക്കും. 100% ലൈഫ് ഇൻഷുറൻസ് നിങ്ങൾ ചെയ്യും. പല രീതിയുണ്ട്. ഹ്യൂമൻ ലൈഫ് വാല്യൂ, നിങ്ങളുടെ എക്സ്പെൻസസ് കവർ ചെയ്യാൻ വേണ്ടി ഒരു സാലറി 40,000 സാലറി ആണെങ്കിൽ അതിന്റെ ഒരു 70 times ഇൻഷുറൻസ് വാങ്ങിക്കുക. സോ ദാറ്റ് യുവർ ഫാമിലി സേഫ്. പല റൂൾസ് ഉണ്ട്. നല്ലൊരു ഇൻഷുറൻസ് ഏജന്റിനെ കണ്ടിട്ട് ലൈഫ് ഇൻഷുറൻസ് ആദ്യം വാങ്ങിക്കുക. ഈ സേവിങ്സ് മണി ബാക്ക് പോളിസി അത് തന്നല്ല. ലൈഫ് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ ആദ്യം നിങ്ങളുടെ ടേം ഇൻഷുറൻസ് വാങ്ങിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു 1,000 rupees കിട്ടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ 20 ലക്ഷമായി. ആ ഇൻഷുറൻസ് ആണ് ആദ്യം വാങ്ങിക്കുക. ബിക്കോസ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി ഫാമിലി അവരുടെ ഫ്യൂച്ചറിന്റെ അവസ്ഥ, നമ്മുടെ
അവരുടെ ലൈഫ് അറിയാം. ഇപ്പൊ റീസെന്റ് എക്സ്പീരിയൻസസ് കാരണം മരണം എങ്ങനെയാണ് സംഭവിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷൻ നമ്മൾ എപ്പോഴാണ് മാറ്റുന്നത്? ഫയർ ഇല്ലാത്ത ഒരു സമയത്തുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷർ മാറ്റും. പക്ഷെ ഫയർ വന്നു കഴിഞ്ഞാൽ ആ എക്സ്റ്റിംഗ്വിഷർ ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ? നമ്മളൊരു ഫയർ എക്സ്റ്റിംഗ്വിഷർ വാങ്ങിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, ഇത് ഒരിക്കലും യൂസ് ചെയ്യാൻ വരരുതെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമ്മൾ കോൺഫിഡൻസ് വേണം ഫയർ. സിമിലർലി ലൈഫ് ഇൻഷുറൻസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് തന്നെ decide the amount, some amount you must buy insurance. Number 2, Mediclaim. അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. What the recent things which we are undergoing. Mediclaim എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ സേവിങ് ചെയ്യും. സേവിങ്സ് പല രീതിയിലാവാം. മെയിൻലി ഡെറ്റ് ഫണ്ട്, ഇക്വിറ്റി ഫണ്ട്, ഇതെല്ലാം കുറച്ച് ബൗൺസർ മാതിരി പോകും. പക്ഷെ സാറില്ല, ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സേഫ്റ്റിക്ക് വേണ്ടി സേഫ്. ഫോർ എക്സാമ്പിൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, പോസ്റ്റ് ഓഫീസ്, പ്രൈവറ്റ് ഇൻഷുറൻസ്, NBFC, KFC, whatever, നമ്മുടെ ഗവൺമെന്റ് ഇൻസ്ട്രുമെന്റ്സ് എക്സെട്ര ഡെറ്റ് ഫണ്ട്. ഇക്വിറ്റി എന്ന് വെച്ചാൽ ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്, പ്രൈവറ്റ് ഇൻഷുറൻസ്, നിങ്ങളുടെ ചിട്ടി ഫിറ്റി whatever, ഇതൊക്കെയാണ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി പറയുന്നത്. ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ 70% ഇക്വിറ്റി, 30% ഡെറ്റ്. ഈ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഇതിപ്പോ ഒത്തിരി ഡീപ്പ് സബ്ജക്റ്റ് ആയിരിക്കും. ബട്ട് എനിവേ ഒരു ജനറൽ നിങ്ങൾ പറയാൻ വേണ്ടി ചെറിയ ചെറിയ എമൗണ്ട് എല്ലാത്തിലും ഉണ്ടാവും. ഒരിക്കലും നിങ്ങൾ ഇക്വിറ്റിയിൽ ഒന്നും ഇടാതെ ഇരിക്കും. ഷെയർസിൽ നമ്മൾ അറിഞ്ഞ് പഠിച്ചു. റിസ്ക് ആണ്. എല്ലാവരും പറയാൻ ഷെയർ മാർക്കറ്റ് ഇല്ല, മാമൻ ഇത്ര പൈസ ഇട്ടു, ഇത്ര കാശ് പോയി, എക്സെട്ര. അത് റിസ്ക് നമുക്ക് നോളജ് ഇല്ലെങ്കിൽ റിസ്ക് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ്. ഒരു 11 വയസ്സ് ഒരു കൊച്ചിന് വണ്ടി ഓടിക്കാൻ പറഞ്ഞു, അത് റിസ്ക് ആണ്. ബട്ട് നോളജബിൾ റിസ്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ റിസ്ക്, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഷെയർസിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? യു ആർ ടോക്കിംഗ് അബൌട്ട് റിട്ടേൺസ് ഓഫ് 20%. റിയലിസ്റ്റിക് ഫിഗർ ഒരു 11% എടുക്കണം. ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടുന്ന 4%. സെക്യൂർഡ് ആണ്. മുത്തൂട്ടൊക്കെ സെക്യൂർഡ് ആണ്. പക്ഷെ 4%, 12% റിസ്ക് ഉണ്ടാവും. So put in equity and balance it. Good. I think I've covered all this. Once again, congratulations on this fantastic journey. Welcome സംശയം ഉണ്ടെങ്കിൽ ഈ ഇമെയിലിലേക്ക് ചോദിക്കാം. ഈ ഫോണിലേക്ക് ഫോൺ ചെയ്യുക. Within 48 hours ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് റിപ്ലൈ തരും. I wish you all the best and I wish you all happy married life and may you all make lots and lots of money. So I want to raise a toast for you all and wish you all a happy and blessed marriage. All the best. Enjoy life and live a life of freedom. Thank you. Therefore, what God has joined together, let not man separate.